KSRTCക്ക് ലോട്ടറി അടിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ ഹരിത ഇന്ധനമായ ഹൈഡ്രജൻ ബസ്സുകൾ KSRTCക്ക് ലഭിക്കും. കേന്ദ്ര സർക്കാരിന്റെ ലോ കാർബൺ എമിഷൻ പദ്ധതി പ്രകാരം അനർട്ടുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കാനാണ് നീക്കം. ഇന്നലെ ഡൽഹിയിലെത്തിയ ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. നിതിൻ ഗഡ്കരി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ചർച്ചയ്ക്ക് ശേഷം പൈലറ്റ് പ്രോജക്റ്റ് കേരളത്തിൽ നടപ്പാക്കാൻ നിതിൻ ഗഡ്കരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. KSRTCക്ക് പുതിയ സംവിധാനങ്ങൾ ഒരുക്കാൻ സാവകാശം വേണ്ടതിനാൽ ബസ് സർവീസ് എന്ന് തുടങ്ങും എന്നുള്ളതിന് കാത്തിരിക്കേണ്ടി വരും. പൂനെയിലും ലഡാക്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ബസ്സുകൾ ഓടിക്കുന്നുണ്ട്. ഡൽഹിയിൽ മാത്രമാണ് 2 ബസ്സുകൾ സ്ഥിരം സർവീസ് നടത്തുന്നത്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനും ഇന്ത്യൻ ഓയിലും സംയുക്തമായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ ബസ്സിൽ മന്ത്രി CP ജോൺ യാത്ര ചെയ്തു. KSRTC CMDയും അഡീഷണൽ റെസിഡൻസ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസും മന്ത്രിയോടൊപ്പം പുതിയ ബസ്സിൽ യാത്ര ചെയ്തു. ഈ ബസ്സിന്റെ ഗുണങ്ങളെന്ന് പറയുന്നത് സൈലൻസറിലൂടെ പുക വരില്ല, പകരം പുറത്തേക്ക് വമിക്കുന്നത് നീരാവി മാത്രമാണ്. 30 കിലോ ഇന്ധനശേഷിയുള്ള ബസ്സിന് 250 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. 10 മിനിറ്റിനുള്ളിൽ ഇന്ധനം നിറയ്ക്കാം. ഇലക്ട്രിക് വാഹനങ്ങളിലേതുപോലെ സമയനഷ്ടമില്ല. പക്ഷേ ഹൈഡ്രജന് വില കൂടുതലാണ്. CNG ബസ് ഓടിക്കാൻ കിലോമീറ്ററിന് 60 രൂപ മതി. ആ സ്ഥാനത്ത് ഹൈഡ്രജൻ ബസ്സിന് 100 രൂപ ചെലവാകും. പെട്ടെന്ന് കത്തുന്ന ഹൈഡ്രജന്റെ സംഭരണവും കടത്തും ഏറെ സുരക്ഷയോടെ ചെയ്യണം. വാഹനങ്ങളുടെ ടാങ്കറിനും അതീവ സുരക്ഷ അനിവാര്യമാണ്. ഹൈഡ്രജൻ ഇന്ധന പമ്പുകൾ അത് സ്ഥാപിക്കണം. ഇവയും ചെലവ് കൂടുന്ന ഒരു പരിപാടിയാണ്. പാചകവാതകം പോലെ കംപ്രസ് ചെയ്ത ഹൈഡ്രജൻ വാതകം ഇന്ധന സെല്ലിനുള്ളിലെ വായുവിൽ നിന്നുമുള്ള ഓക്സിജനുമായി ചേർന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു. ബസ്സിന്റെ ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഇത്തരം ബസ്സുകൾ അവതരിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു മന്ത്രി CP ജോൺ ഡൽഹിയിൽ പോയി ബസ്സിൽ യാത്ര ചെയ്തത്. ഏതായാലും നല്ലൊരു പദ്ധതിയാണ്. അന്തരീക്ഷ മലിനീകരണം കുറയും.